പണ്ടൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ മറ്റുള്ള ഒരു റിട്ടയർമെന്റ് ലീഗായിട്ടായിരുന്നു അത് കാണുന്നത്. കാരണം ലോകകപ്പും യൂറോ കപ്പും പോലെയുള്ള വലിയ മത്സരങ്ങൾ കളിച്ചതിന് ശേഷം അവരുടെ പീക്ക് ടൈമും പ്രൈം ടൈമും പിന്നിട്ട ശേഷം അവരുടെ വിരമിക്കലിനോടനുബന്ധിച്ച് അവരവസാനം വന്ന് കരിയർ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ലീഗായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചു വളർന്ന താരങ്ങൾ പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കടന്ന് ലോകകപ്പിന്റെ വേദികൾ കീഴടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. വരാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച 2 താരങ്ങൾ പന്ത് തട്ടുന്നുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു ഘടകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3-ാമത്തെ സീസണിൽ സ്റ്റീവ് കോപ്പൽ എന്ന നമ്മുടെ കോപ്പലാശാന്റെ കീഴിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ഹെയ്ത്തി ഇന്റർനാഷണൽ ഡെക്കൻ ആസോൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു. പുള്ളി ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസണിലെ ആദ്യത്തെ വിദേശ സൈനികമായിട്ട് സൈൻ ചെയ്യപ്പെട്ടതിന് ശേഷം ഇഞ്ചുറി പോൺ പ്ലെയർ ആയതുകൊണ്ട് നിരന്തരം പരിക്കുകളുമായിട്ട് ബെഞ്ച് വാമറായിരുന്ന ജോഷോ സിറ്റോരിയും ഇത്തവണ ലോകകപ്പിന് ബൂട്ട് കിട്ടുന്നുണ്ട്. പഴയ 2 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ലോകകപ്പിൽ പന്ത് കെട്ടുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ലോകകപ്പ് മത്സരങ്ങൾ വീക്ഷിക്കാൻ ഇത്തവണ കുറച്ച് കൗതുകം കൂടും. ഡെക്കൻ ആസോൺ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഡെക്കൻ ആസോൺ റെപ്രസെന്റ് ചെയ്യുന്ന ഹെയ്ത്തി ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെ ബ്രസീലും മൊറോക്കോ, സ്കോട്ട്ലൻഡ് തുടങ്ങിയ വമ്പന്മാരാണ്. അതുകൂടാതെ പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലാണ് നമ്മുടെ കാൽഡോണ വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ ജോഷുവ സിറ്റോരിയയും കളിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ കാര്യങ്ങൾ ഏകദേശം സാച്ചുറേറ്റഡ് ആയി വരികയാണ്. നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ വിടില്ല. പക്ഷെ അതിനോടൊപ്പം വേൾഡ് ഫുട്ബോളിലെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജിമ്മേറ്റ്സ് എല്ലാം ലാലിഗയുടെ ഫോളോവേഴ്സൊക്കെയാണ്. സോ നമ്മൾ അങ്ങോട്ട് കൂടി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നാളെ മുതൽ നമ്മൾ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ ഓണാക്കുന്നുണ്ട്. നമ്മളൊരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ക്രിക്കറ്റ് ചാനലിനും പിന്നെ കേസ് കാരണം അടച്ചുപൂട്ടിപ്പോയ ആ പഴയ ചാനലിൽ ഞാൻ റിവൈവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കേസിന് കാരണം ചാനലിനകത്ത് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഇവിടെയും ഫ്ലോ കുറഞ്ഞ് എല്ലാം നശിച്ചു കൊണ്ടാൻ തുടങ്ങിപ്പോയി. നാളെ മുതൽ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് റീസ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ താങ്ക് യു.